ഓം ഹരിശ്രീ ഗണപതയേ നമ. അഭിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഒത്തിരി മക്കൾ നാരായണീയത്തിൽ തന്നെ കമൻസ് ഉണ്ട്. മക്കളുടെ പേരുകൾ: ഉണ്ണികൃഷ്ണൻ നായർ, രുക്മിണി മോഹൻ, ഗീതാ നായർ, വത്സല, രാധ, എസ് യൂസർ, നിർമ്മല പവിത്രൻ. ഇനിയും ഉണ്ട് മക്കൾ. ഞാനിത് 2 ദിവസത്തെ ഇട്ടത് വായിച്ച് ഇപ്പോൾ ഇത് എല്ലാ മക്കളും ഇതിൽ കൂടുതൽ മക്കൾ വായിക്കുന്നുണ്ട്. കമൻസ് ഇട്ട മക്കൾ ഇനിയും കാണും. പക്ഷെ ഞാൻ 2 ദിവസത്തെയാണ് എടുത്തത്. ഇതിൽ എല്ലാ പേരും ഞാൻ അല്ലാതെ ഭാഗവതം പറയുമ്പോൾ ഇടുന്നുണ്ട്. എന്നാലും എല്ലാ മക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. അതോടൊപ്പം തന്നെ ഇവിടെ കമൻസ് ചെയ്ത മക്കൾക്കും അതുപോലെ തന്നെ. ഉണ്ണികൃഷ്ണൻ നായർ പറയുന്നു, ആ മകൻ പറയുന്നു, ഞാൻ ആദ്യമേ ഭാഗവതം വായിക്കുന്നു. എനിക്ക് അതിൽ കമൻസ് ഇട്ട ഉണ്ണികൃഷ്ണൻ മകൻ അറിയത്തില്ല. കാരണം ആദ്യം തുടങ്ങുന്നതുകൊണ്ട് ഇപ്പോൾ പറയുന്നത് ഈ നാരായണൻ വായിക്കുന്നുണ്ട്. എനിക്ക് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാക്കും. കാരണം ഇപ്പോൾ ഏകാദശ സ്കന്ധം വരെ ആയി എന്ന് ഇന്നലത്തെ കമൻസിൽ ഞാൻ വായിച്ചു മക്കളെ. സന്തോഷം. അതുപോലെ തന്നെ രുക്മിണി മോഹനും, ഗീതാ നായർ, വത്സല, രാധ, എസ് യൂസർ, നിർമ്മല പവിത്രനെ എത്രമാത്രം വിളിച്ചെന്നറിയോ. ഫോൺ എടുക്കുന്നില്ല, എന്താ കാര്യമൊന്നും വിഷമിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്നലെ കമൻസ് വന്ന് എനിക്ക് സന്തോഷമായി. ഭഗവാനോട് ഞാൻ പറഞ്ഞു, അത്രമാത്രം ഇനി വേദനിക്കാനൊന്നുമില്ല. എന്ത് പറ്റിയെന്നൊരു പിടിയും കിട്ടിയില്ല. മക്കളെ ഫോൺ നമ്പർ ഞാൻ ഇതിനകത്ത് ഇടാം. വിളിക്കാൻ താല്പര്യമുള്ളവർക്ക്. എനിക്ക് അതുപോലെ തന്നെ വത്സലയെ രാധ എന്നെ വിളിക്കാറുണ്ട്. വത്സല മകൾ വടക്കാഞ്ചേരിയിലാണല്ലോ. അപ്പോൾ എനിക്ക് ഈ നമ്പറിനകത്ത് ഞാൻ തരുന്നുണ്ട്. മക്കൾക്കൊക്കെ എൻ്റെ ആവശ്യമാണ് ഇപ്പോൾ. അതാണല്ലോ ഞാൻ അങ്ങോട്ട് ഇടുന്നത്. എനിക്ക് മക്കളുടെയൊക്കെ ഇപ്പോൾ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇതാണ് എൻ്റെ നമ്പർ. 8129099843. രത്നാബായി. 8129099483. വത്സല മക്കൾ വിളിക്കാമെങ്കിൽ എനിക്ക് സന്തോഷമാവും. എല്ലാവർക്കും നമസ്കാരം മക്കളെ. ആര് വിളിച്ചാലും സന്തോഷമാണ്. എന്തായാലും നിർമ്മല പവിത്രന് താല്പര്യമുണ്ടെങ്കിൽ വിളിക്കുക. ഞാൻ ഒത്തിരി അങ്ങോട്ട് ഇത് ചെയ്തു. വാട്സപ്പിലും ഒക്കെ വിളിച്ചു നോക്കി, കിട്ടിയില്ല. ഇന്നും വിളിച്ചു, എന്നിട്ടും കിട്ടിയില്ല. നമുക്ക് ദശകം 64 നാരായണീയം. നമുക്ക് 6-ാം ശ്ലോകം വായിക്കാം. നമ്മൾ 5-ാം ശ്ലോകത്തിൽ ഇന്നലെ വായിച്ചത് ഭഗവാന് അഭിഷേകം ചെയ്ത് കൃഷ്ണനെ ഐരാവതവും ജലാഭിഷേകവും കാമധേനു പാലഭിഷേകമൊക്കെ ചെയ്ത്, ആദ്യമേ പാലഭിഷേകം പിന്നെ ജലാഭിഷേകം. അപ്പോൾ അവിടെ ഭഗവാൻ ഗുരുവായൂരപ്പ അങ്ങ് പറയുന്നു. ആരാ പറയുന്നത്? ഭട്ടത്തിരിപ്പാട് ഭഗവാനെ, അങ്ങ് നിന്തിരുവടി അമ്പാടിയുടെ നാഥനായി അവിടുന്ന് അഭിഷിക്തനായ സമയത്ത് ഭഗവാനുടെ പ്രഭാവത്താൽ ഈശ്വരൻ്റെ, പരമാത്മാവായ ഭഗവാൻ കൃഷ്ണൻ്റെ ഗുരുവായൂരപ്പൻ്റെ ആ പ്രഭാവത്താൽ അമ്പാടി സ്വർഗത്തിലും വൈകുണ്ഠത്തിലേക്കാളും അത്രമാത്രം അവിടെ പോലും കിട്ടാത്തത്ര ഐശ്വര്യം അമ്പാടിയിൽ വന്നു ചേർന്നു. അത്രമാത്രം ഗോവിന്ദ പട്ടാഭിഷേകത്തിന് ശേഷം അമ്പാടി ഐശ്വര്യ സമൃദ്ധമായി. നമുക്ക് ഓരോരുത്തർക്കും അത് വേണം പഠിക്കാൻ. എന്താ, ഭഗവാനെ നമുക്ക് എന്നും അഭിഷേകം ചെയ്യണം. എങ്ങനെ? മനസ്സുകൊണ്ട് മതി. ഭഗവാനെ, ഞാനും ഭഗവാന് പാലഭിഷേകവും ജലാഭിഷേകവും ഒക്കെ ചെയ്യുന്നെന്നുള്ളൊരു മനസ്സോടുകൂടി പറഞ്ഞാൽ മതി. അല്ലാതെ നമുക്കൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഭഗവാനെ അത്രത്തോളം സ്നേഹിക്കുമ്പോൾ നമുക്ക് ഐശ്വര്യ സമൃദ്ധമാകും. നമുക്ക് 6-ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 6. കഥാചില്ലന്തർയമുനം പ്രഭാതേ സ്നായൻ പിതാവാരുണപുരുഷേണ നീതസ്ഥം ആനേതും അകാപുരീം ത്വാം വാരുണീം കാരണമർത്യരൂപ. കഥാചിൽ അന്തർയമുനം പ്രഭാതേ സ്നായൻ പിതാവാരുണപുരുഷേണ നീതസ്ഥം ആനേതും അകാപുരീം താം വാരുണീം കാരണമർത്യരൂപ. ഒരിക്കൽ ഭഗവാന്റെ പിതാവായ നന്ദഗോപർ
പ്രഭാതത്തിൽ കാളന്തി നദിയിൽ കുളിച്ചുകൊണ്ടിരിക്കെ പിതാവായ നന്ദഗോപർ ഭഗവാന്റെ പിതാവാണ്, വളർത്തച്ഛനാണ്. പിന്നെ കാളന്തി നദിയിൽ രാവിലെ കുളിച്ചുകൊണ്ടിരിക്കെ വരുണൻ്റെ ഭൃത്യനായ ഒരാൾ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി, നന്ദഗോപരെ പിടിച്ചുകൊണ്ടുപോയി. വരുണൻ ജലദേവനാണ്, വെള്ളത്തിൻ്റെ ദേവനാണ് വരുണൻ. ആ വരുണദേവൻ്റെ ഭൃത്യനായ ഒരു ദാസന അദ്ദേഹം വന്ന് ഈ നന്ദഗോപരെ പിടിച്ചുകൊണ്ടുപോയി. ഇത് ആരറിഞ്ഞു? കണ്ണൻ, ഭഗവാൻ അറിഞ്ഞു. കാര്യവശാൽ മനുഷ്യരൂപം എടുത്തിരിക്കുന്നതാണല്ലോ ഭഗവാൻ പരമാത്മാവ്. പരമാത്മാവിന് രൂപമില്ല, എന്നാൽ ഇവിടെ പല കാരണങ്ങൾ കൊണ്ടാണ് രൂപം എടുക്കുന്നത്. അങ്ങനെ ഇവിടെ ഒരു കാര്യവശാൽ ഇവിടെ മനുഷ്യരൂപം എടുത്തിരിക്കുന്ന ആ ഭഗവാൻ അച്ഛനെ തിരികെ കൊണ്ടുവരുന്നതിനായി വരുണൻ്റെ രാജധാനിയായ വരുണപുരത്തെത്തി. ജലത്തിലാണ് വരുണനേക്കാൾ രാജധാനിയുള്ളത്. ജലദേവന്മാർക്ക് ജലത്തിലാണല്ലോ ഭവനം. അവിടേക്ക് ഭഗവാൻ ചെന്നു. രാജധാനിയായ വരുണൻ്റെ പുരത്തെത്തി, അത് ഭവനത്തിലെത്തി. 7-ാം ശ്ലോകം വായിക്കാം. ശ്ലോകം 7. സസംഭ്രമം തേന ജലാധിപേന പ്രപൂജിതസ്ത്വം പ്രതിഗൃഹ്യതാതം ഉപാഗത സ്ഥൽക്ഷണം ആത്മഗേഹം പിതാവതൽ തൽചരിതം നിജേഭ്യ. സസംഭ്രമം തേന ജലാധിപേന പ്രപൂജിതസ്ത്വം പ്രതിഗൃഹ്യതാതം ഉപാഗതസ്ഥൽക്ഷണം ആത്മഗേഹം പിതാവതൽ തൽചരിതം നിജേഭ്യ. അങ്ങനെ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ വരുണദേവൻ്റെ ഗൃഹത്തിലേക്ക് ചെന്നെന്ന് ഭഗവാനെ കണ്ട് വരുണൻ തൻ്റെ ഗൃഹത്തിലേക്ക്, അത് വരുണൻ്റെ ഗൃഹത്തിലേക്ക് വന്ന ഭഗവാനെ കണ്ട് വരുണൻ വേഗം പിടഞ്ഞെഴുന്നേറ്റ് സസംഭ്രമം അങ്ങയെ പൂജിച്ച് സൽക്കരിച്ചു. ഭഗവാനെ അദ്ദേഹം വരുണദേവൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് സസംഭ്രമത്തോടുകൂടി ഭഗവാനെ പൂജിച്ച് സൽക്കരിച്ചു. അങ്ങ് തൻ്റെ പ്രിയ താതനെ അന്വേഷിച്ചാണ് വന്നതെന്നും, കാരണം ഭഗവാന്റെ പിതാവായ നന്ദഗോപരെ അന്വേഷിച്ചാണ് വന്നതെന്നും ഉടനെ അച്ഛനെ നൽകണമെന്നും ആവശ്യപ്പെട്ടതനുസരിച്ച് വരുണൻ ആദരവോടെ നന്ദഗോപരെ നൽകി. അങ്ങ് താതനെ സ്വീകരിച്ചുകൊണ്ട് തൽക്ഷണം അമ്പാടിയിലേക്ക് പോന്നു. ഈ വിവരം നന്ദഗോപർ ആ സംഭവം മൊത്തം അവിടെയുള്ള സ്വജനങ്ങളോട് വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു. കാരണം ഇങ്ങനെ കുളിക്കാൻ രാവിലെ കാളന്തി നദിയിൽ ചെന്നപ്പോൾ വരുണദേവൻ്റെ ഭൃത്യനായ ഒരാൾ വന്ന് എന്നെ പിടിച്ചുകൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക്. അങ്ങനെ മകനായ കൃഷ്ണൻ ഭഗവാൻ വന്ന് ഇദ്ദേഹത്തിനെ അവിടെ പോയി പിടിച്ചുകൊണ്ട് വന്നു എന്ന് നന്നായി എല്ലാവരോടും അവിടെയുള്ള സ്വജനങ്ങളോട് അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള എല്ലാവരും അവരുടെ സ്വജനങ്ങളാണല്ലോ, അവരോടെല്ലാം നന്ദഗോപർ പറഞ്ഞു. 8-ാം ശ്ലോകം വായിക്കാം. ശ്ലോകം 8. ഹരിം വിനിശ്ചിത്യ ഭവന്തമേതാൻ ഭവൽ പദാലോകനബദ്ധ തൃഷ്ണാൻ നിരീക്ഷ്യ വിഷ്ണോ പരമം പദം തൽ ദുരാപം അന്യേസ്ത്വം അതീദൃശസ്താൻ. ഹരിം വിനിശ്ചിത്യ ഭവന്തമേതാൻ ഭവൽ പദാലോകനബദ്ധ തൃഷ്ണാൻ നിരീക്ഷ്യ വിഷ്ണോ പരമം പദം തൽ ദുരാപം അന്യേസ്ത്വം അതീദൃശസ്താൻ. ഇവിടെ ഭട്ടത്തിരിപ്പാട് പറയുന്നു, ഭഗവാനെ വിഷ്ണു, ഗുരുവായൂരപ്പ, കൃഷ്ണ, ഭഗവാനെ അങ്ങ് വിഷ്ണുവാണെന്ന് ഉറപ്പ് വന്ന ഇവർക്ക്, അവിടെ എല്ലാവർക്കും നന്ദഗോപുരം കൂടെ പറഞ്ഞ് ഇങ്ങനെയെല്ലാം വരുണദേവൻ പിടിച്ചുകൊണ്ട് പോയി, അദ്ദേഹത്തിൻ്റെ ഭൃത്യൻ അതെല്ലാം പിന്നെ അവരുടെ സ്വജനങ്ങളോട് പറഞ്ഞു. അപ്പം അഭിഷേകം ചെയ്ത് ഇന്ദ്രൻ വന്ന് അഭിഷേകം ചെയ്ത് ഒക്കെ അറിഞ്ഞ് മനസ്സിലായപ്പോൾ 7 ദിവസം ഒരുപോലെ ആ പർവ്വതം കുടപിടിച്ച് നിന്നു. ഇപ്പോഴേ അവർക്കെല്ലാം ഇത് ഭഗവാൻ പരമാത്മാവ് തന്നെയെന്ന് ഉറപ്പ് വരുത്തി. ഇപ്പോൾ ഒത്തിരി കൂടെ ഉറപ്പായി. അതുകൊണ്ട് ഇത് ഭഗവാൻ വിഷ്ണുവാണെന്ന് ഉറപ്പ് വന്ന ഇവർക്ക് ഭഗവാന്റെ വാസസ്ഥാനം കാണാൻ കൊതിയുണ്ടെന്നറിഞ്ഞ്, അതായത് ഇവിടെ നന്ദഗോപരുടെ മകനാണ് എങ്കിൽ പോലും ഭഗവാൻ പരമാത്മാവാണെന്ന് അറിയുമ്പോൾ യഥാർത്ഥ ഒരു വാസസ്ഥാനം വേറെ ഉണ്ടെന്ന് ഈ സ്വജനങ്ങൾക്ക്, അവിടെയുള്ള ജനങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അവർക്കൊക്കെ ഈ സ്വജനങ്ങളായിരിക്കുന്ന അവിടുത്തെ സുഹൃത്തുക്കളുണ്ട്, ഭഗവാന്റെ അവിടുത്തെ ഭക്തന്മാരുണ്ട്, ഭഗവാനെ സ്നേഹിക്കുന്ന അത്രമാത്രം പ്രേമിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരെല്ലാം ഇവിടെ ഭഗവാന്റെ വാസസ്ഥാനം കാണാൻ കൊതിയുണ്ടെന്ന് അറിഞ്ഞിട്ട് ഭഗവാൻ എന്ത് ചെയ്ത്, അങ്ങ് മറ്റുള്ളവർക്ക് അപ്രാപ്യമായ, ആർക്കും കാണാൻ സാധിക്കാത്ത, എന്നുവെച്ചാൽ പ്രാപിക്കാൻ പറ്റാത്ത, അതിനാണ് അപ്രാപ്യം. അതുകൊണ്ട് ആർക്കും തന്നെ, അതായത് മറ്റുള്ളവർക്ക് അപ്രാപ്യമായ പരമപദം, ഭഗവാന്റെ ഇരിക്കുന്ന ആ വാസസ്ഥാനം, ആ പരമപദം കാട്ടിക്കൊടുത്തു. എന്താ?
ഭഗവാന്റെ സുഹൃത്തുക്കളെന്ന് വെച്ചാൽ ഭഗവാന്റെ ഭക്തരല്ലേ ഗോപന്മാരൊക്കെ, അവരുടെ സ്വജനങ്ങളൊക്കെ. അവരെയൊക്കെ ഭഗവാന്റെ വാസസ്ഥാനം കാട്ടിക്കൊടുത്തു. ഭഗവാൻ തൻ്റെ പരിപൂർണ സ്വരൂപം അവർക്ക് കാട്ടിക്കൊടുത്ത് അവരെ പരമാനന്ദ സാഗരത്തിൽ ആറാടിച്ചു. അതത്രയും കണ്ടപ്പോൾ അവർ പരമാനന്ദ സാഗരം വെച്ചാൽ സാഗരം പോലെയാണ് പരമാനന്ദം. പരമാനന്ദം സാഗരമായാൽ എങ്ങനെ ഇരിക്കും? സാഗരം എന്ന് വെച്ചാൽ വെള്ളമാണ്, വെള്ളം കൊണ്ടുള്ള സമുദ്രം. അപ്പോൾ പരമാനന്ദം സമുദ്രമായാൽ എങ്ങനെയാണ്? അത്രത്തോളം പരമാനന്ദത്തിൽ ആറാടി എല്ലാവരും ആ ആനന്ദ സമുദ്രത്തിൽ കുടുങ്ങിപ്പോയി. കുടുങ്ങിയ വെച്ചാൽ എന്താണ്? അവിടുന്ന് കരകയറാൻ പറ്റത്തില്ല. ആനന്ദത്തിൽ മുഴുകി അവിടുന്ന് അതിൽ നിന്ന് വിട്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലായി. അത്രമാത്രം ആനന്ദത്തിൽ അവർ ആറാടി കഴിഞ്ഞു. നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത പ്രാവശ്യം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.